ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ രാവിലെ തന്നെ എഴുന്നേറ്റ് ചേട്ടൻ ചായക്ക് വെള്ളം വെച്ചിട്ട് ബ്രഷ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കാണ് ഞാൻ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നത്. അപ്പം ഞാൻ വരുമ്പോഴേക്കും വെള്ളം ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 2 ഗ്ലാസ് ചായയായിട്ട് ആകെ വയ്ക്കുള്ളൂ. അപ്പോൾ 2 ഗ്ലാസ് തന്നെ തികച്ച് വെക്കില്ല എന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഒരു 3/4 ഗ്ലാസ്, ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഒരു അരേശ ഗ്ലാസ്സാണ് വേണ്ടോ. പിന്നെ ഒരു അര ഗ്ലാസ് ഞാൻ ശ്രീകുട്ടന് വേണ്ടി വെക്കും. മിക്കവാറും അതെടുത്ത് കളയേണ്ടി വരും കേട്ടോ. അവൻ കുടിക്കാറില്ല. ചിലപ്പോഴൊക്കെ അത് ചോദിച്ചു വരും. അത് കാരണം ഒരു വെക്കണതാണ്. അപ്പം ഞാൻ വേഗം ചായയിലിട്ട് പിന്നെ പാലൊഴിച്ച് വെച്ച് ആ ഒരു സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കാബേജ് ഒന്ന് കഴുകി പിഴിഞ്ഞെടുത്തു കേട്ടോ. കാബേജ് കഴുകിയില്ലെങ്കിൽ എനിക്ക് പറ്റില്ല, അതുകൊണ്ടാണ്. കഴുകാത്തവരും ഉണ്ട് കേട്ടോ. മോളിൽ കൂടെ വെറുതെ കഴുകിയിട്ട് അങ്ങനെ വെക്കണവരുണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ അരിച്ചുകൊണ്ട് കൂട്ടാൻ അടുപ്പത്തേക്ക് ഇട്ടോ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ വേഗം കാബേജിൽ ഉള്ളിയും പച്ചമുളകും പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കറിവേപ്പിലയും ഉപ്പും ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും പൊട്ടിച്ച് കാബേജ് ഇട്ട് കൊടുത്തു കേട്ടോ. ഇതൊന്നും ഡീറ്റെയിൽ വീഡിയോ പറയേണ്ട ആവശ്യമില്ല, അതുകൊണ്ടൊന്ന് പറഞ്ഞു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത്രയ്ക്കല്ല ആവശ്യമുള്ളൂ. അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് പിന്നെ വേഗം അടുത്തത് നമ്മുടെ കോവയ്ക്കയുടെ മീൻ കറിയായിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. വെജ് മീൻ കറി ഇല്ലേ, അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കോവയ്ക്കാണ് കേട്ടോ. അപ്പോൾ അത് ഒരു 3 മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ ഒരു 5-6 പൊട്ടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ അത് ഒരു 3 എടുത്ത് അരിഞ്ഞ് അങ്ങനെ മീൻ കറിയാക്കി. അത് സെറ്റാക്കി വരുമ്പോഴേക്കും നമ്മുടെ കാബേജ് വന്നു. അപ്പോൾ അതിലിത്തിരി നാളികേരം കൂടി ഇട്ട് മിക്സ് ചെയ്തും കണ്ടിട്ട് ഒരു 5 മിനിറ്റ് കൂടി മൂടി വെച്ച് അത് മാറ്റി വെച്ച് പിന്നെ നമ്മുടെ മീൻ കറി വെജ് മീൻ കറിയാണ് കേട്ടോ. അപ്പം മീൻ കറിയും കൂടിയും വേഗം തന്നെ എന്താ പറയുക, നാളികേരത്തിൽ മുളകും മല്ലിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് അരച്ച് ചേർത്ത് അങ്ങനെ അത് സെറ്റാക്കി വെച്ചു. അത് തിളച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ വയറ് നല്ല ഉണങ്ങിയിരിക്കല്ലേ. പക്ഷെ കൂലിയില്ലേ അതിന് ആ സമയത്ത് വെള്ളമൊന്നും മഴ പെയ്തില്ലേ, അത് ഒഴിച്ചു പോയോ സംശയമുണ്ട്. കുടിയിൽ വെള്ളം നല്ലുണ്ടാവും സംശയമുണ്ട്. അപ്പോൾ പയറ് രണ്ടാമതിട്ടത് മുളച്ചിട്ടില്ല. അപ്പോൾ 2 മുളച്ചിട്ടുണ്ടെന്നാണ് കേട്ടോ ചേട്ടൻ പറയുന്നത്. നല്ലോണം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒലിച്ച് പോയിട്ടുണ്ടാവും എന്നൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞത് കേട്ടോ. അപ്പം അന്ന് എനിക്ക് വിത്തുകൾ ഗിഫ്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതിൽ പയറ് മൊത്തത്തിൽ മുളച്ച് നല്ല ഉഷാറായിട്ടുണ്ട്. ബാക്കിയൊന്നും അത്ര പോരാ. പിന്നെ വെള്ളരിയോ കയ്പ്പിക്കോ അങ്ങനെ എന്തോ ഒരു സാധനം കൂടി മുളച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് സംഭവം എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. പടർന്ന് കയറുന്നുണ്ട് നമ്മുടെ കോവലിൻ്റെ ഒപ്പം തന്നെ കേട്ടോ. ബാക്കി ഇനി അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാനത് കാണിക്കാം. ഇനി കുറച്ചും കൂടി വിത്തുകൾ ഇരിക്കുന്നുണ്ട്. അതൊന്നും എടുത്ത് പച്ചമുളകൊക്കെ നടാനുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ആ വെള്ളമുളകിൻ്റെ ഒക്കെ കുറച്ച് പഴുത്തത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത ട്രിപ്പിന് ആക്കണ്ടേ. ഒരു ട്രിപ്പ് ഇങ്ങനെ 3-4 തവണ മുളക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ തൈ നശിച്ചു പോവും. പിന്നെ അടുത്തത് ഉണ്ടാക്കണം. അപ്പോൾ തന്നെ നമ്മൾ മുളപ്പിച്ച് റെഡിയാക്കിയാലാണ് എപ്പോഴും പച്ചമുളക് നമ്മുടെ വീട്ടിലുണ്ടാവുക. കുറച്ചൊക്കെ പുറത്തുനിന്ന് മേടിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു ദിവസം മറന്നു പോയാലോ അല്ലെങ്കിൽ ചമ്മന്തി അരയ്ക്കാൻ നല്ല ടേസ്റ്റുള്ള പച്ചമുളക് എന്ന് പറയുന്നത് നമ്മളെ വീട്ടിലുണ്ടാവുന്നതാണ്. ഈ കിഴക്കമുളക് വാങ്ങിക്കുന്നത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് ആ ഗോതമ്പ് ഞാൻ തലേദിവസമൊക്കെ ആക്കി വെച്ചായിരുന്നു. തലേദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും പിറ്റേ ദിവസം ഒരു 2-3 ദിവസം ഉണങ്ങണം കേട്ടോ. എന്നാലാണ് ഗോതമ്പ് അത്രയും ഞാൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് എന്ന് പറയുന്നത് നിറയെ ചെള്ളും പുല്ലും അതും ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ച് അധ്വാനിക്കണം അതിനെ നല്ല ഗോതമ്പ് പൊടിയാക്കിയിട്ട് എടുക്കണമെങ്കിൽ. അപ്പോൾ അങ്ങനെ ഞാൻ പരത്തിയിട്ട് വേറൊരു വിരി വെച്ച് മേലക്കൂടെ വിരിച്ചിങ്ങാണ്ട് അതിൻ്റെ ചുറ്റും സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇടുന്നത്. എന്താ വെച്ചാൽ കാക്ക അല്ലെങ്കിൽ മുഴുവൻ തീർക്കും. അത്രയ്ക്ക് അധികം കാക്കകളും കിളികളും മയിൽ വരെ ഇങ്ങോട്ട് പറന്ന് കയറാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് കിട്ടില്ല. പിന്നെ ഇപ്പോൾ പിള്ളേരിപ്പോൾ ഇവിടെ വന്ന് നോക്കണമെന്നൊന്നുമില്ലല്ലോ. അമ്മ എന്നാലും വൈകുന്നേരം ആകുമ്പോൾ അത് എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വരുമ്പോഴേക്കും ആകെ തണുക്കില്ലേ. അപ്പോൾ എടുത്ത് വയ്ക്കുന്നുണ്ടാവും. ഞാൻ ശ്രീകുട്ടനോട് പറഞ്ഞിട്ട് പോവും. അങ്ങനെ അതൊക്കെ സെറ്റാക്കി വന്ന് പിന്നെ ഇന്നലെ തുണികൾ കഴുകിയിട്ടതും മടക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം അതും കൂടി എടുത്തുകൊണ്ട് താഴത്തേക്ക് പോന്നു കേട്ടോ. മുകളിൽ അതങ്ങനെ കിടക്കുമ്പോൾ ഞാനത് മടക്കാനായിട്ട് എപ്പോഴും മറക്കും. മടക്കി എന്നുള്ളൊരു ചിന്തയായിരിക്കും മനസ്സിൽ. അപ്പോൾ ഇപ്പോൾ മുകളിലേക്ക് പോയപ്പോൾ മടക്കാണ്ട് കിടക്കുന്നത് കണ്ടപ്പോൾ വേഗം അത് എടുത്തുകൊണ്ട് വന്ന് അത് മടക്കി വെക്കാൻ കേട്ടോ. അപ്പോൾ അത്ര ജോലികൾ ഇന്ന് ഇല്ല, കാര്യമായിട്ടുള്ള ക്ലീനിങ്ങുകളില്ല. അപ്പോൾ ഇങ്ങനത്തെ പെൻഡിങ് ആയിട്ട് ചെയ്യാത്ത ജോലികളൊക്കെ എടുത്ത് ചെയ്യാണ് കേട്ടോ. അങ്ങനെ മടക്കിക്കൊണ്ടിരിക്കില്ല, പെട്ടെന്ന് കറണ്ട് പോയി. നോക്കിയപ്പോൾ ട്രിപ്പായതായിരുന്നു കേട്ടോ. പിന്നെ അത് ശരിയാക്കി പിന്നെ അങ്ങനെ തുണികളൊക്കെ മടക്കി അതായത് പിള്ളേരുടെ കൊണ്ടുവച്ചാലും വീണ്ടും ഒരു തട്ടിയിട്ട് മറിച്ചിടും. എന്നാലും പിന്നെ അത് മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചുളിയില്ലല്ലോ ഡ്രസ്സുകൾ. എപ്പോഴും നമുക്കത് അലമാരിക്ക് വെക്കാൻ നേരെങ്കിലും മടക്കിയെങ്കിലും വെക്കാൻ ചുളിഞ്ഞ് കിടന്നിട്ടുണ്ടെങ്കിൽ അത് അയൺ ചെയ്യാണ്ട് നമുക്ക് ഇടാനേ പറ്റില്ല. ആ ഒരു അവസ്ഥയിലാവും കേട്ടോ. അപ്പോൾ മടക്കി എപ്പോഴും നല്ല രീതിയിൽ തന്നെ വെക്കുക. അങ്ങനെ പിള്ളേരുടെ മുകളിൽ കൊണ്ടുവച്ചു കേട്ടോ. പിന്നെ ഞാൻ മുറ്റടിക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഇവിടെ മുറ്റടിക്കാൻ മാത്രം അഴുക്കോ അങ്ങനെ പൊടികളൊന്നുമില്ല.
പക്ഷേ ഇന്ന് മുറ്റടിച്ചിട്ട് ആ പുല്ല് മുളയ്ക്കൽ ഇത്തിരി കുറയില്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു ഭാഗം നമ്മൾ തീ കത്തിക്കുന്നിടത്തൊക്കെ നന്നായിട്ട് അടിക്കാം. അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇല വീഴാനും ഇല്ല, ഒന്നുമില്ല കേട്ടോ. എന്നാലും ഞാൻ ആ ചൂല് വെച്ചിട്ട് അവിടെ വരെ ഒന്ന് നന്നായിട്ടൊന്ന് മുറ്റടിച്ചിട്ടു. അപ്പോൾ ഇനി എന്നും ഇങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ പുല്ല് മുളയ്ക്കില്ല എന്നുള്ളൊരു ധാരണയുണ്ട് എനിക്ക്. നടക്കുമെന്നറിയില്ല. എന്തായാലും വൃത്തിയാക്കണം എന്ന് തന്നെ വിചാരിക്കണം. ഇനി പുല്ല് മുളയ്ക്കാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യണത്. നടക്കുമോ എന്തോ. എന്തായാലും അത് കഴിഞ്ഞ് കണ്ടിട്ട് പിന്നെ നേരെ അകത്തേക്ക് പോന്നു. അപ്പോൾ ചേട്ടൻ എന്തായാലും ഫുഡ് കഴിക്കുന്നുണ്ട്. ഇത്തിരി ഫുഡാണ് കഴിക്കുള്ളൂ കേട്ടോ, പലഹാര പണി നിർത്തിച്ചൊക്കെയല്ല, അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. എന്ന് ഞാൻ മറക്കും ഇഡ്ഡലിക്ക് ഇടാനൊക്കെ. പിന്നെ ചേട്ടൻ ചോറ് പകർത്തി. അപ്പോൾ നമുക്കിന്ന് അച്ചാറും ചമ്മന്തിയൊന്നും ഇല്ല, പക്ഷേ ചാറ് കറിയും ക്യാബേജും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അത് 2 പാത്രത്തിലാക്കി പകർത്തി. അപ്പോൾ പാത്രത്തിലാക്കണത് തന്നെയാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ടാണ് ശ്രീകുട്ടന് മാത്രമാണ് ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇടുന്നത് ഇഷ്ടം. അപ്പോൾ ചേട്ടൻ എന്നിട്ട് വർത്താനം പറയണമെന്ന് എനിക്ക് ഓർമ്മയില്ല. പ്ലാസ്റ്റിക് പാത്രം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉറപ്പില്ലാത്തതായ കാരണം ചൂടുള്ളതാക്കുമ്പോൾ ഒക്കെ പൊട്ടണതാന്നൊക്കെ പറഞ്ഞതാണ്. പിന്നെ അത് കഴിഞ്ഞ് ജോലിക്കൊക്കെ പോയി. അതൊന്നും ഞാൻ പിടിച്ചില്ല കേട്ടോ. ഇന്ന് ഞാൻ നടന്നു പോകുമ്പോഴേ, ബസ് ഇറങ്ങി ഓഫീസിലേക്ക് നടന്നു പോകുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ കണ്ടുവിട്ട് ആദിത്യ എന്ന് തന്നെ പേരുള്ള ഒരു കുട്ടിയാണ്. അങ്ങനെ ഷണ്ടി എന്നൊക്കെ വിളിച്ച് ഓടി വന്ന് വർത്താനം പറഞ്ഞു. അപ്പോൾ സന്തോഷമായിട്ടാണ് എനിക്കങ്ങനെ. നമുക്ക് ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമില്ല, നമ്മളെ പരിചയമുള്ളവരെ. അങ്ങനെ അത് കഴിഞ്ഞത് ആ കോളിഫ്ലവർ എടുത്ത് കണ്ടിട്ട് അതൊരു ഇത് വയ്ക്കണം. പിന്നെ ചിക്കൻ ഇരിപ്പുണ്ട് കുറച്ച് മാത്രം കേട്ടോ. സ്നാക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാണ്, പിന്നെ അത് ഫ്രൈ ആക്കി. ബോൺലെസ് പീസുകൾ ഇവിടെ അത്ര ഇഷ്ടമില്ല, അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഒരു കോളിഫ്ലവർ എടുത്തിട്ട് അതും ഒന്നൊരു ചില്ലി പോലെ വെക്കാം. പിന്നെ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. കറികളൊക്കെ രാവിലത്തൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ചിക്കൻ കുറച്ച് നേരം വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് പിഴിഞ്ഞ് പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൽ മസാലകൾ എന്ന് പറയുന്നത് അധികം കാര്യമായിട്ടൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ വിനാഗിരി. മെയിനായിട്ട് വേണ്ടത് വിനാഗിരിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഈ ബോൺലെസ് പീസ് ആകുമ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആവണമെങ്കിൽ ഇത്തിരി വിനാഗിരിയൊക്കെ ഒഴിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് മിക്സ് ചെയ്ത് അവിടെ വെച്ചു. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മാത്രമാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോഴാണ് ഫ്രൈ ആക്കുമ്പോൾ നല്ല ഉള്ളൊക്കെ അങ്ങനെ ഈ ചകിരിനാര് പോലെ ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ടിരിക്കുക. പിന്നെ കോളിഫ്ലവർ ഒന്ന് മുറിച്ചെടുത്തു കേട്ടോ. കോളിഫ്ലവർ എന്ന് പറഞ്ഞാൽ ശ്രീകുട്ടന് ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക, ഏറ്റവും ടേസ്റ്റുള്ള വെജിറ്റബിൾ കോളിഫ്ലവർ ആണെന്നാണ് അവൻ പറയുന്നത് കേട്ടോ. പക്ഷെ എല്ലാവർക്കും കോളിഫ്ലവർ അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല, പക്ഷെ അവന് കോളിഫ്ലവർ എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പം ഞാനത് ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചു. അതിൻ്റെ ഉള്ളിൽ പുഴുക്കൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചത്തു നോക്കട്ടെ അല്ലേ. അത് കഴിഞ്ഞ് അതവിടെ വെച്ച് അടുപ്പത്തേക്ക് വെച്ചിട്ട് പിന്നെ നമ്മുടെ ചിക്കൻ എടുത്തുങ്ങാട്ട് കോൺഫ്ലവറും മൈദയും കൂടി മിക്സ് ചെയ്തു കേട്ടോ. എന്നിട്ട് പിന്നെ മൈദയിൽ ഇങ്ങനെ നന്നായിട്ട് പൊതിഞ്ഞിട്ട് ഫ്രൈ ആക്കാൻ വെച്ചാൽ ബ്രോസ്റ്റഡ് ചിക്കനില്ലേ അതുപോലെയോ. അത് ഇനി എപ്പോഴെങ്കിലും ഇടാം കേട്ടോ, ഞാൻ മറന്നു പോയിരിക്കുകയായിരുന്നു. നല്ല ഈസിയാണ് നമുക്ക് ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ ഉണ്ടാക്കാൻ, വലിയ പണിയെന്നൊന്നും പറയാനില്ല. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ അടുപ്പത്ത് വെച്ചിങ്ങാട്ട് ഇത് ഓരോന്നായിട്ട് ഫ്രൈ ആക്കി മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ അധികമില്ലല്ലോ, അത് കാരണം കുറച്ച് ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളൂ, ചെറിയ പാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ ആവും ചെയ്യും. പിന്നെ അധികം ഹാർഡാക്കാനായിട്ട് നിന്നില്ല. ഹാർഡാക്കുമ്പോൾ അത്ര അങ്ങോട്ട് എനിക്കിഷ്ടമില്ല കേട്ടോ. ചിക്കൻ ഓവർ ഇങ്ങനെ ഹാർഡാക്കണത്, തൈ പീസൊക്കെ വെച്ചാൽ ഹാർഡാക്കണത് നല്ലതാണ്. ചിക്കൻ കാല് കേട്ടോ. ബാക്കിയുള്ള ഭാഗങ്ങൾ അത്ര അങ്ങോട്ട് ആ മാംസം കൂടുതലുള്ള ഭാഗമൊന്നും ഹാർഡാക്കിനി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് അത് ഫ്രൈ ആക്കിയെടുത്തു. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടായി ചിക്കൻ്റെ ഈ ഒരു റെസിപ്പി. കോളിഫ്ലവറും ഇത് രണ്ടും പിള്ളേർക്ക് അത്ര ഇഷ്ടമുള്ള സംഭവങ്ങളാണ്, ഇങ്ങനത്തെ ഒരു രീതിയൊക്കെ വെക്കുന്നത്. പിന്നെ ചേട്ടനും ഇങ്ങനത്തെയൊക്കെ വലിയ ഇഷ്ടമുണ്ടാവും, പക്ഷെ അമ്മയ്ക്ക് വലിയ ഇഷ്ടം പിടിക്കുകയൊന്നുമില്ല. ഇങ്ങനത്തെ ചിക്കൻ കുഴപ്പമുണ്ടാവില്ല, എന്നാലും കോളിഫ്ലവറൊന്നും ഈ ഒരു രീതിക്ക് വെക്കണത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുകയൊന്നുമില്ല. 2 ബാച്ചായിട്ട് ഒന്ന് ഫ്രൈ ആക്കിയെടുത്തു. പിന്നെ അതേ ഓയിൽ തന്നെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ കോളിഫ്ലവർ റെഡിയാക്കണത് കേട്ടോ. പിന്നെ വേറെ ഓയിൽ എടുക്കാനൊന്നും നിന്നില്ല. അപ്പോൾ അത് വലിയ ചെഞ്ചട്ടിയിലേക്ക് മാറ്റി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സവോളയും തക്കാളിയും ക്യൂബായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും കൂടി ഇടാം കേട്ടോ. പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതിന് പകരം തക്കാളി അരച്ച് ചേർത്തു. അപ്പോൾ അതിൻ്റെ ഒരു പച്ചക്കൂത്തൊക്കെ പോകണം, കുറച്ച് നേരം അവിടെ കിടക്കണം. അപ്പോഴേക്കും ഞാൻ ചിക്കൻ്റെ വേറൊരു പാത്രത്തിലാക്കി അതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എന്താ പറയുക, ഫോട്ടോ എടുക്കുമ്പോൾ ഒക്കെ നല്ല ഭംഗി വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയിൽ ഫോട്ടോ ഒക്കെ എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. അപ്പോഴേക്കും ഇതൊക്കെ റെഡിയായി. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. അധികം മസാലകളൊന്നും ചേർക്കണില്ല കേട്ടോ, ഞാൻ സിമ്പിളായിട്ട് ചെയ്യാനാണ്. ഇങ്ങനത്തെയൊക്കെയാണ് പിള്ളേർക്ക് കൂടുതൽ ഇഷ്ടം. സോയ സോസ് ഒഴിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ചില്ലി സോസ് കേട്ടോ.
ടൊമാറ്റോ സോസ് ഒഴിക്കണം ശരിക്കും. ഞാൻ പറയില്ല, എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാൻ തക്കാളി അരച്ചത് ചേർത്തു. ചില്ലി സോസും കൂടി ആക്കിയിട്ട് പിന്നെ അതൊന്നും മൂക്കണം കേട്ടോ. നമ്മളെ പൊടികൾ മൂക്കണ പോലെ സോസുകൾ മൂക്കേണ്ട ആവശ്യമില്ല. എന്നാലും അത്യാവശ്യം ഒന്നാവണം. അതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുത്ത് ആ സോസിലൊക്കെ കിടന്ന് കാട്ട് അങ്ങോട്ട് വരട്ടിയെടുക്കുക എന്നൊക്കെ പറയില്ലേ, ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. അതൊക്കെ അതിലേക്ക് പിടിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കോളിഫ്ലവർ അങ്ങനെ ഉടയ്ക്കാണ്ട് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ എരിവ് പോരാണിയ കുരുമുളക് പൊടി ഇടുക. ലാസ്റ്റ് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ടിട്ട് അവസാനിപ്പിച്ചു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. ഉണ്ടാക്കി നോക്കിയോളാം, കുട്ടികൾക്കൊക്കെ കൊടുത്തോളാം കേട്ടോ. അപ്പോൾ അത് വന്ന് നോക്കിയിട്ട് എന്തൊക്കെ റെസിപ്പികൾ എന്ന് നോക്കി കണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കറക്റ്റ് വേവണ നേരത്തേക്ക് 2 ആളെത്തി. ഇന്ന് 2 പേരെയും വിളിക്കേണ്ടി ഒന്നും വന്നില്ല. ഓടി വന്നു, അത് കാരണം രക്ഷപ്പെട്ടു കേട്ടോ. അല്ലെങ്കിൽ ഇതൊക്കെ റെഡി ആക്കി വെച്ച് അവരെ വിളിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് ആരെയും വിളിക്കേണ്ടി വന്നില്ല. നേരത്തെ തന്നെ വന്നു. ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ തന്നെ ചേട്ടൻ വന്ന് ചേട്ടനും കൂടിയും ഫുഡ് കഴിച്ചു കേട്ടോ. ഇന്ന് നമ്മുടെ കണ്ടപ്പം വന്നില്ല നടുവിലിരിക്കാനായിട്ട്. എന്ത് പറ്റി എന്താവോ കാണാനില്ല കേട്ടോ അവൻ ഇങ്ങോട്ട് പോയെന്ന് അറിയില്ല. അപ്പോൾ ഈ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഇപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക. കമൻറ്റ് എഴുതാനും കുറേ ആൾക്കാർ പിശുക്കൊക്കെ കാണിക്കുന്നുണ്ട്. എന്തിനാണ് ഈ പിശുക്ക് കാണിക്കണത്? ഒരു ലവെങ്കിലും ഇട്ട് വെച്ചൂടെ? എനിക്കൊരു സന്തോഷമാവില്ലേ അത് കാണുമ്പോൾ. അപ്പോൾ ഒന്ന് ഇട്ട് വയ്ക്കുക കേട്ടോ. ഒരു ലവോ ഒരു തമ്പോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇട്ട് വെച്ചോളോ, മറക്കരുത്. പിന്നെ എല്ലാതും ഞാൻ പറഞ്ഞല്ലോ. ഇനി നാളെ രാവിലെ കാണാം. അപ്പോൾ നമ്മുടെ വെള്ളക്കണ്ടപ്പം അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനോടാണ് ആദ്യത്തെ ഈ വർത്താനം പറയുന്നത്. ഇപ്പം ആകെ 2 പൂച്ചേനെ ഉള്ളൂ കേട്ടോ. തള്ളപ്പൂച്ചേനെ, നമ്മുടെ അമ്മ പൂച്ചേനെ കാണാനേ ഇല്ല. അതെവിടെ പോയാവോ? ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കാം. അവളങ്ങനെ നല്ല അത്യാവശ്യം സാമർഥ്യമുള്ള പൂച്ചക്കുട്ടിയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങി. എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇന്നാളെ കാണാം.